ഹായ് everyone, അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് ചിക്കൻ, മട്ടൻ, ബീഫ്, അതുപോലെ തന്നെ വെജിറ്റബിൾസ്, എഗ്ഗ് ഇതൊന്നും ഇല്ലാണ്ട് നല്ലൊരു അടിപൊളി ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഈ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ ലോങ് റൈസ് ബസ്മതി റൈസാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് അളവിലാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അതായത് 2 പേർക്ക് കഴിക്കാവുന്ന ഒരു ക്വാണ്ടിറ്റിയിലുള്ളതാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ബസ്മതി റൈസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. എന്നിട്ട് അരമണിക്കൂർ നമുക്കിതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അരമണിക്കൂർ തന്നെ വെച്ചാൽ മതിയാവും. പിന്നെ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് അല്പം പാലൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് അല്പം സാഫ്രോണൂടെ ഇട്ട് വെക്കാം. അതിപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് സോക്ക് ചെയ്യാനായിട്ട് അതും മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ബിരിയാണി വെക്കുന്ന പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചൂടായി തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ നിറയെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി അത് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സാജീരകം ചേർത്ത് കൊടുക്കുക. അപ്പോൾ സാജീരകത്തിന് പകരം ഇനി ചെറിയ ജീരകം പറ്റുമോ അല്ലെങ്കിൽ വലിയ ജീരകം പറ്റുമോ എന്നും ചോദിക്കല്ലേ കേട്ടോ. കാരണം അതിൻ്റെ ഫ്ലേവറൊക്കെ വേറെയാണ്. അപ്പോൾ സാജീരകം തന്നെ വേണം. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ചെറിയ ഒരു സ്റ്റാർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു വാഴയില. ഇനി 2 ജാതി പത്രി അതിങ്ങനെ കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 3 ഏലക്കായ ചേർത്ത് കൊടുക്കാം, ചെറിയൊരു കഷ്ണം പട്ട, ഒരു 3 ഗ്രാമ്പു. ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് ഒന്ന് മൂത്ത് പൊട്ടി തുടങ്ങട്ടെ. അപ്പോൾ ഗ്രാമ്പു മേലിലേക്ക് പൊട്ടിത്തെറിക്കുന്നത് ശ്രദ്ധിക്കണേ. അപ്പോൾ എല്ലാം നല്ലതായിട്ട് തന്നെ മൂത്ത് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള വളരെ തിന്നായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. നല്ലതായിട്ട് തന്നെ തിന്നായിട്ട് അരിഞ്ഞെടുക്കണം. കുറച്ച് ടൈം എടുത്ത് അരിഞ്ഞെടുത്തിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത്രയും തിന്നായിരിക്കണം, കാരണം നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് ഇട്ടിട്ട്. അപ്പോൾ നല്ലതായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടണം. ജസ്റ്റ് ഒന്ന് വാടിയാൽ പോരാ. അപ്പോൾ നമുക്ക് നല്ലതായിട്ട് കൈ കൊണ്ട് ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒനിയൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ഒനിയനും കൂടെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിൽ നിന്നൊന്ന് മാറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനിയിപ്പോൾ ഞാൻ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഒരു 4 വെളുത്തുള്ളി, അതുപോലെ തന്നെ 1 ഇഞ്ച് കനത്തിൽ ഇഞ്ചി ഇത്രയും എടുത്തിട്ട് ചതച്ചതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ നല്ലതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് 1 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പുതിന ഇല ഒരു 8ഓളം പുതിന ഇല കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളമാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളവും ബാക്കി ഒരു 1/4 കപ്പോളം പാലുമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ പശുവിൻ പാല്. അപ്പം ഇത് പാലാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ റൈസിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. ഇനി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. പക്ഷേ പാല് ചേർക്കുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് റൈസിന് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് ജസ്റ്റ് ഒന്ന് കീറിയിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വാഷ് ചെയ്ത് ഊറ്റി വെച്ചിട്ടുള്ള നമ്മുടെ റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആദ്യം തന്നെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അരിയും ആ ഒരു വെള്ളം കൂടെ ഒരുമിച്ചിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പോൾ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. പിന്നെ നമ്മൾ ഒരുപാട് റൈസൊന്നും എടുത്തിട്ടില്ല, 1 കപ്പ് റൈസിലാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് റൈസ് കൊണ്ട് നമ്മൾ ഈ ഒരു റൈസ് തയ്യാറാക്കുമ്പോൾ 2 പേർക്ക് നല്ലതായിട്ട് തന്നെ കഴിക്കാനായിട്ട് ഉണ്ടാവും കേട്ടോ. നല്ലതായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വെള്ളം കുറച്ചും കൂടെ ഒന്ന് വറ്റാനുണ്ട്. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സാഫ്രോൺ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 3 ഭാഗമായിട്ടാണ് ഞാനതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ റൈസിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ആ പാലോട് കൂടി തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മൂടി വെച്ചിട്ട് നമ്മുടെ റൈസ് നല്ലതായിട്ടൊന്ന് കുക്കായി കിട്ടട്ടെ. ഇപ്പോൾ റൈസ് നന്നായിട്ട് തന്നെ കുക്കായി നല്ല കറക്റ്റ് പരുവത്തിൽ വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റൈസാണ്. ഇതിൻ്റെ കൂടെ നമുക്കൊരു പപ്പടോ അല്ലെങ്കിൽ അല്പം തൈരോ അല്ലെങ്കിൽ ഏതെങ്കിലും അച്ചാറോ അങ്ങനെ എന്തെങ്കിലും മാത്രം മതി. നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തയ്യാറാക്കുന്ന സമയത്ത് പാലുണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കട്ടെ. അപ്പോഴാണ് ആ റൈസിനൊരു നല്ല ടേസ്റ്റ് വരുന്നത്. ഇനി ഇതിന് മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് അല്പം പുതിനയിലയും അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഒനിയൻ പിന്നെ കാഷ്യൂ നട്ട്സ് അതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി റൈസിൻ്റെ കൂടെ നോൺ വെജ് നിർബന്ധമുള്ളവർക്ക് അത് സെപ്പറേറ്റ് ഫ്രൈ ചെയ്ത് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുക, കഴിക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മുടെ
സ്പെഷ്യൽ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ തൈരും അതുപോലെ തന്നെ നാരങ്ങാച്ചാറുമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.